പിന്നെ നമ്മൾ പറഞ്ഞ ഈ എലിമെന്റ്സിനെല്ലാം വാലൻസി ഉണ്ട്. ആ വാലൻസി, എലിമെന്റൽ വാലൻസി എൻട്രൻസിന് വേണ്ടിയാണ് ഇതെല്ലാം ഈ നമ്പേഴ്സെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നത്. പരീക്ഷിക്കുന്ന വലുതായിട്ട് ഈ നമ്പറൊന്നും നമുക്ക് വേണ്ടി വരില്ല. വാലൻസി നമ്പർ എല്ലാം എൻട്രൻസ് കോച്ചിങ്ങിന് വേണം, എൻട്രൻസ് എക്സാം ഫേസ് ചെയ്യുമ്പോൾ വേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു അറ്റോമിക് നമ്പർ ഉണ്ടെങ്കിൽ ഈ അറ്റോമിക് നമ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ തരേണ്ടതാണ്. അറ്റോമിക് നമ്പർ ഫോർ എക്സാമ്പിൾ സോഡിയം, atomic number 11. You have to find out the valency of this. What you do is, നിങ്ങൾ സ്കൂളിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷന്റെ തിയറി ഞാൻ പറയുന്നില്ല. 2, 8, 1 and electronic distribution. That we will discuss later. That cannot be explained in the basic concept. അപ്പോൾ ഈ 11 എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അറിയാം? 2, 8, 1. So the last number is 1. ഈ 1 ആണ് എലിമെന്റ് വാലൻസി. So valence of sodium is 1. Take aluminium, atomic number 30. That is 2, 8, 13, 3. So valence of aluminium 3. It is a trivalent element. Carbon, atomic number 6. Distribution 2, 4. So valence 4. So up to 4. Now 1. If the outer number is 1, valence 1. If it is 2, valence 2. 3, 3, 4, 4. But when it become greater than 4, for example, phosphorus, atomic number 50. 15 means 2, 8, 5. 15. So what is the valency of phosphorus? Common valency of phosphorus is E5 അല്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് all the elements are trying to reach the outer electronic state of 8. 5 എന്നുള്ള 8 ആണ് അതിന് സ്റ്റെബിലിറ്റി വേണ്ടത്. You remember that number 8. 8 ന്ന് ഈ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. 8 minus 5, so it is 3. In abnormal condition, it shows the valency 5. A detailed study ആണ്, basically വേണ്ട. A common valency of phosphorus 3 ആണ്. So when the outer number is greater than 4, 5, 6, 7, etc. comes, you take that last number and subtract from 8 to get the valency. For example, sulfur, it is 16. 16 means 2, 8, 6. So number 6 means you subtract from 8, so it is 2. So common valency of sulfur is 2. Halogen, say chlorine, 17. 2, 8, 7. So 8 minus 7, that is 1. Valency is 1. Likewise, you can count the valency of element also. Our symbol of element and the respective valency you can count from the atomic numbers. Now, I told you that ഈ എലിമെന്റുകളെല്ലാം യൂണിവേഴ്സിൽ ഇങ്ങനെ നടന്നിട്ട് they are undergoing chemical combination. The element by chemical reaction transforms to a new compound, a new form. Another compound. Element transforms to compound. അപ്പോൾ ഈ എലിമെന്റുകളെ വേറെ മെറ്റീരിയലായിട്ട് ചേരണം, എലിമെന്റൽ കോമ്പിനേഷൻ. ഇപ്പൊ സോഡിയം പ്രസന്റ് ഇൻ അറ്റ്മോസ്ഫിയർ
try to capture some others to become a compound. For example, നിങ്ങൾക്ക് തന്നെ അറിയാം അയൺ. ഒരു അയണിന്റെ റോഡ്, നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരു അയണിന്റെ റോഡ് എടുത്ത് ആ വീട്ടിന്റെ വിട്ടു തന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കി, ആ റോഡിന് ചുറ്റും ഒരു ബ്രൗൺ ഡെപ്പോസിറ്റ് യു കാൻ സീ. Iron is converted into a brown powder. None rust. How it happens? Iron can capture some active species, oxygen, in presence of water. Atmosphere water and oxygen ഉണ്ട്. ഈ ഓക്സിജന്റെ റാഡിക്കൽ ഫോം, നോർമൽ ഓക്സിജൻ അല്ല, റാഡിക്കൽ ഓക്സിജൻ അയണോട് റിയാക്ട് ചെയ്ത് അയൺ ഓക്സിഡൈസ് കിട്ടും. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, എല്ലാ എലിമെന്റുകളും ഈ യൂണിവേഴ്സിൽ കിടന്നുകൊണ്ട് ഇറ്റ് ഈസ് ട്രൈങ് ടു ക്യാപ്ചർ അതേഴ്സ് ടു ബിക്കം എ കോമ്പൗണ്ട്. ജസ്റ്റ് ലൈക്ക് അവർ കൊറോണ വൈറസ്. A corona virus coming from a patient. ഒരു പേഷ്യന്റ് ഒരു കൊറോണ വൈറസ് പുറത്തേ ആടില്ല, അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ, അത് കഴിഞ്ഞാൽ മരിച്ചു, ഡെഡ് ആവും. അപ്പൊ മെയിൻ ടൈം അതിന് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അത് പെട്ടെന്ന് വേറെ ബോഡിയിൽ കയറി അവിടെ പിടിച്ചിരിക്കുക. ഒരു കെമിക്കൽ കോമ്പിനേഷനാണ്. അതിലൂടെ ഈ എലിമെന്റ്സ് ആർ അൺസ്റ്റേബിൾ. So they try to become stable by compoundation with the help of an external charged species. External charged species. Charge ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാൻ പറ്റും. ചാർജ് എന്ന് പറഞ്ഞാൽ either നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ആ ചാർജ്ഡ് ആറ്റം, സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ള ആറ്റത്തിനാണ് സ്പീഷീസ്. സ്റ്റെബിലിറ്റി ഇല്ലാത്ത ചാർജസ് ഉള്ള ആറ്റങ്ങളാണ് സ്പീഷീസ് അല്ലെങ്കിൽ മോളിക്യൂൾ, ചാർജ്ഡ് സ്പീഷീസ്. സോ ആ സ്പീഷീസ് present in atmosphere converting element into compound is called radicals. ഇതാണ് നമ്മുടെ കെമിസ്ട്രിയിൽ റാഡിക്കൽ എന്ന് പറയുന്നത്. റാഡിക്കൽ ഇത് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. ലൈറ്റനിങ് നടക്കുമ്പോൾ, മിന്നൽ, വേറെ ഇലക്ട്രിക്കൽ ഷോക്കൊക്കെ വരുമ്പോൾ, സ്പാർക്ക് വരുമ്പോൾ, നമ്പർ ഓഫ് റാഡിക്കൽസ് ആണ് ഗെറ്റിംഗ്. ഈ റാഡിക്കൽസിനൊന്നും ലൈഫില്ല, പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്ത് പോകും. പക്ഷെ ലൈഫ് വരണമെങ്കിൽ വേറെ എലിമെന്റുമായിട്ട് അത് ജോയിൻ ചെയ്യണം. When they join with other element, it become a compound. So in conclusion, ഇങ്ങനെ പഠിക്കുക, എലിമെന്റുകളെ കോമ്പൗണ്ടിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ചാർജുള്ള സ്റ്റെബിലിറ്റി ഇല്ലാത്ത സ്പീഷീസ് ആണ് റാഡിക്കൽ. സോ നെക്സ്റ്റ് പ്രോഗ്രാം ഈസ് ഈ റാഡിക്കൽ സ്റ്റഡീസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ കെമിസ്ട്രി. So next study is the radicals and their valencies. We will prepare a table for that. Radical and the respective valencies. A reactive species helping the element to become a compound called radicals have respective valencies, and you have to study both symbol and valency of this radical, and I am preparing a table for that. First of all, monovalent radical, so valency 1. Monovalent radicals, ഇതുപോലെ എഴുതിയെടുക്കാം. മോണോവാലന്റ് റാഡിക്കൽ അതാണ് ഹാലൈഡ്. ജർമ്മൻ ഫോർമുല X representing fluoride, chloride, bromide, iodide. FClBrI ആണ് ഹാലൈഡ്.
valency 1. Hydroxide ഇങ്ങനെ പഠിച്ചെടുക്കാനേ നിർത്തിയുള്ളൂ. ഹൈഡ്രോക്സൈഡ് OH ഹൈഡ്രജനും ഓക്സിജനും ആണ് ചേർത്ത് ഹൈഡ്രോക്സൈഡ് മോണോവലന്റ്. നൈട്രേറ്റ് ഇതെല്ലാം നമ്മൾ ജൂനിയർ ക്ലാസ്സിൽ പഠിച്ചതാ. നൈട്രേറ്റ് NO3 വാലൻസി 1. നൈട്രൈറ്റ് നൈട്രേറ്റ് എന്ന നൈട്രേറ്റ് ആകുമ്പോൾ ഒരു ഓക്സിജൻ കുറയും. ആണ് NO2 നൈട്രൈറ്റ്. ബൈ കാർബണേറ്റ് ബൈകാർബണേറ്റ് HCO3. എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് വായിക്കാം. ബൈകാർബണേറ്റ് ഹൈഡ്രജൻ കാർബണേറ്റ് വാലൻസി 1. പെർമാംഗനേറ്റ് ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റാഡിക്കൽ. പെർമാംഗനേറ്റ് ആണ് മാംഗനീസ് ആണ്. മാംഗനീസ് ഈസ് Mn. then O4 MnO4 manganese. Permanganate MnO4. then perhalate so here halogen is here. Our X അത് XO4. ആ X എന്ന് പറയുന്നത് 4 ക്ലോറിൻ ബ്രോമിൻ അയഡിൻ. നോ ഫ്ലോറിൻ. ഫ്ലോറിൻ ഓക്സിജൻ കോമ്പിനേഷൻ ഈസ് നോട്ട് പോസിബിൾ. ക്ലോറിൻ ബ്രോമിൻ അയഡിൻ. ഹിയർ ക്ലോറിൻ can come, bromine can come, iodine can come. Perhalate, for example, perchlorate ClO4, peridate IO4. Balance or no? In a per you cancel, that is halate. അതിന് ഒരു ഓക്സിജൻ കൂടെ ഷോർട്ടേജ് XO3 halate XO3. then halite വീണ്ടും ഒരു ഓക്സിജൻ കുറയും XO2 halite. all these again monovalent. അപ്പോൾ നിങ്ങളുടെ സിലബസ് അനുസരിച്ചുള്ള ഈ മോണോവാലന്റ് റാഡിക്കൽ ഇറ്റ് ഈസ് സഫിഷ്യന്റ്. then bivalency bivalent radical having valency 2. bivalency highly first oxide symbol oxygen symbol തന്നെയാണ് O valency 2. sulfide symbol S sulfur na symbol है. then carbonate CO3 carbonate carbon and oxygen. then sulfate SO4 sulfate. then sulfite അതിവിടെ ഒരു ഓക്സിജൻ പറയും SO3 sulfite SO3. chromate ആണ് ക്രോമത്തിന്റെ Cr then O4 CrO4 chromate. dichromate
Dichromatic. Dichromium means chromium 2, Cr2. Oxygen ആണ് 7, Cr2 O7. Dichromatic. Divalent. Oxalate. Oxalate. C2O4. Divalent. ഇത്രയും ഡൈവാലന്റ് റാഡിക്കൽസ് ശരിക്കും ഫെമിനൈസ് ചെയ്യുക. ട്രൈവാലൻസി അത് വളരെ കുറവാണ്. ട്രൈവാലന്റ് റാഡിക്കൽസ് റാഡിക്കൽ having valency 3. Simplest one is nitride. Nitride. That is N. Where are nitrogen? Nitrogen the symbol തന്നെയാണ് nitride in the symbol. Phosphate. Phosphate. അതാണ് PO അത് 4 ആണ്. PO4 phosphate. Phosphate. Borate. അത് ബോറോണിന്റെ കോമ്പൗണ്ട് BO3. Borate. Only 3. Trivalent radicals വളരെ കുറവേ ഉള്ളൂ. Then finally tetravalent. Tetravalent radical valency 4 കാണിക്കുന്ന radical അത് only one you have to study. അതാണ് കാർബൈഡ്. കാർബൈഡ് കാർബൺ ആസിഡ് and valency 4. ഇതാണ് radicals and their symbol and valency. This ചാർട്ടും ഇതുപോലെ ഈ ചാർട്ട് ഇതുപോലെ എഴുതിയെടുത്ത് ശരിക്കും പഠിക്കുക. ഇതിന് വേറെ ടോപ്പിക്സിലൊന്നും വരില്ല. ബേസിക് കൺസെപ്റ്റിൽ പഠിക്കുന്നവർക്ക് ഏത് കോമ്പൗണ്ട് കിട്ടിയാലും അതിന്റെ ഫോർമുല ഈ വാലൻസി റൂൾ വെച്ചിട്ട് എഴുതാനുള്ള ഒരു പ്രിപ്പറേഷനാണ് ഈ പ്രോഗ്രാം കൂടെ നിങ്ങൾ കാണുന്നത്. അപ്പൊ നമ്മൾ എലിമെന്റ് കോമ്പൗണ്ട് ആകാനുള്ള ഹെൽപ്പിംഗ് ഏജൻസ് ആയി റാഡിക്കൽസ് and the symbol and the valency etc. we have discussed. There are some special elements. Special elements among these 118. Actually we call them as transition. ഈ ട്രാൻസിഷൻ എന്നുള്ള വേർഡ് നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. പറഞ്ഞതേ ഉള്ളൂ ട്രാൻസിഷൻ എലിമെന്റ്. അപ്പോൾ എലിമെന്റ് മതി. They belong to transition. What is transition? We discussed later. Element, transition element. അവരുടെ പ്രത്യേകത they show variable valency. വാലൻസി മാറുകളെ വേരിയബിൾ വാലൻസി. വാലൻസി ഫിക്സ്ഡ് അല്ല. അപ്പൊ ആ വേരിയബിൾ വാലൻസി ഉള്ള എലിമെന്റ് വളരെ കൂടുതലൊന്നുമില്ല. കുറച്ച് എലിമെന്റേ ഉള്ളൂ. അത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ഇതിന്റെ കൂടെ ബേസിക് സ്റ്റഡീസിന്റെ കൂടെ പഠിച്ചിരുന്ന എൻട്രൻസ് ഒക്കെ എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ കോപ്പർ. കോപ്പറിന്റെ വാലൻസീസ് 1 and 2 ആണ്. ചില കോമ്പൗണ്ടിൽ അത് 1 ആണ്, ചില കോമ്പൗണ്ടിൽ 2 ആണ്. പക്ഷെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ കോമ്പൗണ്ടിന്റെ നെയിമിൽ OUS എന്ന ടെർമിനേഷൻ OUS ഉണ്ടെങ്കിൽ അവിടുത്തെ വാലൻസി ലോവർ 1. If there is a termination of IC, it is higher valency 2. Copper. Copper
where do you know cupra? What is the cuprous? If you say cuprous, it is 1. If it is cupric, that is 2. Similarly, iron. Values of iron 2 and 3. ചില combination 2 വഴി, ചില combination 3 വഴി. How will you identify? If it is ended with OUS 2, if it is ended with IC 3, that is ferrous, that is 2. Ferric, that is 3. Ferrous, ferric. Mercury 1 and 2. Mercury. Actually, Latin word of mercury is hydrargyrum. Hydrargyrum. അതാണ് HG. പക്ഷെ കോമ്പൗണ്ടേഷനിൽ ഈ വേർഡ് ഉപയോഗിക്കില്ല, കാരണം ഇത് പറയാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാകും. സോ യൂസ് മെർക്കുറി. മെർക്കുറസ്. മെർക്കുറസ് 1. 2 is mercuric. Mercuric, it is 2. Then one more, our tin. It is 2 and 4. Identification, stannous. Start with the stannous 2. Start with the stannic 4. Thus the entire elemental survey is over. Now we represent or we explain the method to represent the formula of compounds. We started with the element and the compound. Element എല്ലാം പഠിച്ചു. ആ എലിമെന്റുകളാണ് കമ്പൗണ്ട് ആവുന്നത് പറഞ്ഞു. അപ്പോൾ ഈ എലിമെന്റിന്റെ എല്ലാ എലിമെന്റുകളുടെയും സ്മോളസ്റ്റ് മൈക്രോ ലെവൽ, മൈക്രോ യൂണിറ്റ് എന്ന് പറയും. മൈക്രോ യൂണിറ്റ്, സ്മോളസ്റ്റ് യൂണിറ്റ്. എലിമെന്റ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന സ്മോൾ യൂണിറ്റ് വെച്ചാണ്. അതിന്റെ അഗ്രിഗേഷൻ ആണ് ഒരു വലിയ എലിമെന്റ്. ചെറിയ ചെറിയ യൂണിറ്റുകൾ ചേർത്ത് വലുതാക്കുക. Anyway, micro unit of an element. Our technical word on atom. Atom. Micro unit of element, atom. Whereas in the case of compound, a sodium is an element whose micro unit is called sodium atom. Whereas sodium chloride is a compound whose micro unit is called a molecule. A compound ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾ വെച്ചാണ്, എലിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റം വെച്ചാണ്. So other than this atom and molecule, ഇതിന്റെയൊക്കെ മാക്രോ ലെവൽ, ഇത് മൈക്രോ. ഇതിന്റെ മാക്രോ ഫോം, വലിയ ഫോം, macro unit of element, compound and the same is mole. So mole is the biggest unit. Mole. The molecule is short form and molecule വേറെ mole വേറെ. Compound in the smallest unit molecule.
biggest unit mole. Element in the smallest unit atom, biggest unit mole. So whenever you go into your detailed topics, such words will come: mole, molecule, atom, etc. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ ബേസിക്കലി പഠിക്കുന്നത്. അപ്പോൾ ഒരു കോമ്പൗണ്ട് ആയി കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിനെ ഇതേപോലെ സിംബലൈസ് ചെയ്യണം. അപ്പൊ സിംബോളിക് റെപ്രസെന്റേഷൻ ആവും. Symbolic representation of compounds. Symbolic representation of compounds. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ റാഡിക്കൽ ആൻഡ് ദി എലിമെന്റൽ വാലൻസീസ്, എലിമെന്റൽ വാലൻസി, റാഡിക്കൽ വാലൻസി, അതിന്റെ സിമ്പിൾ എല്ലാം നേരത്തെയുള്ള ടേബിൾ അവൈലബിൾ ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അത് വെച്ചുകൊണ്ട് ഈ കോമ്പൗണ്ടിന്റെ ഫോർമുല അറൈവ് ചെയ്യുന്ന രീതി, ഇപ്പൊ കോമ്പൗണ്ടുകളുടെ ഫോർമുല അതിനാണ് മോളിക്കുലർ ഫോർമുല. മോളിക്കുലർ ഫോർമുല ഷോർട്ട് ഫോം MF, മോളിക്കുലർ ഫോർമുല. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു കോമ്പൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതാൻ പാടില്ല, ഇനി ഈ ഫോർമുല എഴുതാം. അപ്പൊ അങ്ങനെ തറവാക്കണം. അപ്പൊ ഇങ്ങനെ ഈ ബേസിക് കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കുന്നവർക്ക് നോട്ടൊക്കെ പറയുമ്പോൾ ആ ഫോർമുല നമുക്ക് എഴുതാം. ആ പഴയ 10ാം ക്ലാസ് വരെയുള്ള ഇംഗ്ലീഷ് വേർഡ്സ് നോട്ട് നെസറി. ഫോർ എക്സാമ്പിൾ, അലൂമിനിയം, aluminum phosphate. You have to write the molecular formula of aluminum phosphate. Aluminum phosphate. The aluminum ആണ് ഷോർട്ട് ഫോം എഴുതിക്കാണ് aluminum phosphate. അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എല്ലാം അവർ തരും 13. അത് നമ്മൾ കാണാൻ പഠിക്കണമെന്നില്ല. 13. How what we do? We write the symbol of aluminum, that is Al. Then phosphate. You refer that table, the radical table. Phosphate is PO4. Symbol I. Aluminum I, phosphate I. പിന്നെ വേണ്ടത് വാലൻസിയ. വാലൻസി റൂൾ വെച്ച ഫോർമുല എഴുതുന്നത്. കാരണം അലുമിനിയത്തിന്റെ വാലൻസി ഗോസ് ടു the other side, radical side. The valency radical goes to the element, left side element. So തിരിച്ചാണ് എഴുതുന്നത്. അപ്പൊ അലുമിനിയത്തിന്റെ വാലൻസി യു ഫൈൻഡ് ഔട്ട്. വാലൻസി ഓഫ് അലുമിനിയം ഈ 13നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 13 is 283. So valency is 3. So aluminum 3. Phosphate valency you are already studied, that is also 3. Substitute here. Phosphate 3. Put here 3. Aluminum is also 3. So common factor is there. Cancel it. So formula is AlPO4. Aluminum phosphate. Calcium perchlorate. Calcium perchlorate. Calcium atomic number 20. What is the exact molecular formula of calcium perchlorate? Calcium is Ca symbol. Perchlorate you will refer the table. A chart here of it. Per means X. X per
chloride. അപ്പോൾ എക്സിന് പകരം Cl. Kt means oxygen. Per ആകുമ്പോൾ 4 ഓക്സിജൻ, ClO4 per chloride. ആ ടേബിൾ നോക്കുമ്പോൾ അറിയാം. ഇപ്പൊ ClO4 അതിന്റെ വാലൻസി 1 ആണ്. അതിവിടെ 1 കാൽസ്യത്തിന് കൊണ്ടിടേണ്ട ആവശ്യമില്ല, കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇതിന്റെ വാലൻസി 20, അല്ല അറ്റോമിക് നമ്പർ 20. 20 മീൻസ് ഡിസ്ട്രിബ്യൂട്ട് 2 8. അടുത്ത 18 ആണ്, പക്ഷെ 18 ഇല്ല. അപ്പൊ 8. അപ്പൊ 8 plus 2 10 plus 8 18. The remaining is 2. So outer is 2. So valency calcium 2. That goes to the radical side. Put a bracket and write 2. But no cancelling. So formula is CaClO4 twice. Likewise, by using these tables, you should practice to write the molecular formula of any type of compounds. Now recently, along with this molecular formula writing, they will add something also. Something means, you say magnesium, they give only the word like this, magnesium sulfate. Magnesium sulfate heptahydrate. It's a complex salt. Magnesium sulfate heptahydrate. Magnesium is the symbol, you know, Mg. Atomic number 12 ആണ്. Sulfate symbol, you know, SO4. ചാർട്ടിലുണ്ട്. Magnesium distribute 2 8 2. So valency is 2. അത് സൾഫേറ്റിൽ പോയി. സൾഫേറ്റ് valency you study as 2. So common factor cancel. So formula is MgSO4. But when some addition is there, put a dot mark. Then this addition, hepta means 7. Hydrate is water. So is 2. MgSO4 7 is 2. Thus, by using these respective table, you try to practice the representation of formula of all available compounds. ഇനി തൊട്ട് എല്ലാം ഈ ഫോർമുല വഴി എഴുതാവൂ. ആൻഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റൈറ്റിംഗ് യു ക്യാൻ അവോയ്ഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഫോർമുല എഴുതേണ്ടി വരുമ്പോൾ വളരെ പെട്ടെന്ന് അതിൻ്റെ ബാലൻസീസും അതിൻ്റെ മെത്തഡെല്ലാം ശരിക്കും തറവാകും. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. ഈ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനി 2 പാർട്ടുകൂടെ ഉണ്ട്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഈ 2 പാർട്ടുകൂടെ ഉണ്ട്. അപ്പോൾ ആ 2 പാർട്ടിൻ്റെ ക്ലാസ് വി ഡിസ്കസ് ഇൻ ഡ്യൂ കോഴ്സസ്. With this preliminary introduction for the +1 science students of Maharajas Arts and Science College, Attingen, I declare the starting of the online classes inaugurated. Thank you.